വഴിതെറ്റിയ അന്ധവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോവുകയും കൂരിരുട്ടിൽ ചെന്ന് പെട്ട ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന എത്ര സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇത് ഗൗരവമാണ്. ഈ അടുത്ത കാലത്ത് നടന്നു എന്നതാണ്. അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ പോയാലും മലയാളി 2-3 പേരാണ്. നമുക്കറിയാം, ഇന്ന് നടന്ന കാര്യമില്ലേ, ഒരു നവീൻ തോമസും ഒരു ദേവിയും ഒരു ആര്യ ബി നായരും ഒക്കെ ദമ്പതികൾ, 2 ദമ്പതികളും പിന്നെ സുഹൃത്തും എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാണ്. അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസമൊന്നും വിശ്വാസത്തെ വാസ്തവത്തിൽ സംരക്ഷിക്കുകയൊന്നുമില്ല. വിശ്വാസം ഒരുപക്ഷേ ഈ വിദ്യാഭ്യാസം കൊണ്ട് നഷ്ടപ്പെടാനിടയുണ്ട്, യുക്തിവാദം കൊണ്ട്. ആയുർവേദ ഡോക്ടർമാരായിരുന്നു അവർ. എന്താ ചെയ്തത്? കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ അവർ സീറോ ലോവർ സുബാൻസിരി ബ്ലൂ പൈൻ ഹോട്ടലിൽ 305-ാം മുറിയിൽ അവരെ കണ്ടെത്തത് മരിച്ച നിലയിലാണ്. വലിയ വാർത്തയായിരുന്നില്ലേ? ഭയങ്കര വാർത്ത. രക്തം വാർന്ന കൈകളിൽ മുറിവ്. പിന്നെന്താ, അവർ പ്രത്യേകിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പം പല കാര്യങ്ങൾ കണ്ടെത്തി. മുഴുവനും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞിരുന്നെന്നൊക്കെ കണ്ടെത്താൻ കഴിയും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ ബ്ലൂ മാജിക്ക്, അതുകൊണ്ട് വിശ്വാസങ്ങളിലൂടെ അങ്ങനെയുള്ള ആ വിശ്വാസങ്ങൾ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു ഇവർ എന്നോ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ആ പെൺകൊച്ചിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഫെബ്രുവരി അടുത്ത മാസം 7-ാം തീയതി നടത്താൻ അതിൻ്റെ അപ്പൻ നിശ്ചയിച്ചിരുന്ന ഏക മകളാണ്. എന്നിട്ടോ തിരുവനന്തപുരം വൈകുണ്ഠ കല്യാണ മണ്ഡപത്തിലെ ഒരുക്കങ്ങൾ മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് ആളുകളെ വിളിച്ചും തുടങ്ങിയിരുന്നു. എന്നിട്ട് അവൾ ടൂർ പോകുന്ന പോലെ അങ്ങ് പോയി. ഫ്രഞ്ച് അധ്യാപികയായിരുന്നു ആ പെൺകുട്ടി, ശ്രീകാര്യത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ. ആലോചിച്ച് നോക്കിയേ, അവരെ സ്വാധീനിച്ചത് എന്താണ്? അന്ധവിശ്വാസം. ഇത് എന്നിട്ട് അവർ പെട്ടെന്ന് ഒരു അന്യഗ്രഹത്തിലെ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജീവൻ ഉദയം ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചതാണ് സ്വയം. ആര് പറഞ്ഞു കൊടുത്ത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ അസാധാരണ സംഭവം. പക്ഷേ ഇൻ്റർനാഷണൽ റിയാലിറ്റിയാണ് ഈ സാത്താൻ സേവ എന്നൊക്കെ പറയുന്ന സംഗതി. ഇവിടെ അതിൻ്റെതായ ധാരാളം അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ശരിയായ വിശ്വാസത്തിൻ്റെ പാത തെളിച്ചു കൊടുത്തില്ലെങ്കിൽ യുവജനങ്ങൾ ഇതിനൊക്കെ പെട്ടുപോകാനിടയുണ്ട്. ഒരു സംശയമില്ല. ഒന്ന് പെട്ടാൽ പിന്നെ ഊരിയെടുക്കുന്നത് എളുപ്പമല്ല. ഏലത്തൂർ നരബലിയെക്കുറിച്ച് നാം കേട്ടത്. നരബലി അവർ 3 പേര് പാകത്താണ്. എന്തൊരു സംഭവമാണ്! കണ്ടാൽ എത്ര നല്ല മിടുക്കരായ ആൾക്കാരാണ്. എന്നാ സുന്ദര ഇംഗ്ലീഷ് ആ പെൺകുട്ടി പറയുന്നു. അതുകൊണ്ട് കണ്ട വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കാര്യമുണ്ടല്ലോ. എനിക്ക് ഒരിക്കൽ എൻ്റെ നെവ്യുവായ ഇപ്പം ഡോക്ടറാണ്, അദ്ദേഹം ഒരിക്കൽ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം ഫേമസ് ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ SP കോളേജിലെ ഹോസ്റ്റലിൽ ഒരു മുറി താമസിച്ചിരുന്ന ഒരാളാണ് ഈ കാഡൽ ജിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. വളരെ ഭക്തനായ പയ്യനായിരുന്നു. മോശം ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ കുരുത്തോലയൊക്കെ കണ്ടിച്ചുകൊണ്ട് വരാൻ മുമ്പന്തി നിന്നയാളാണ്. ഈ കക്ഷിയാണ് ഏതോ ചെന്ന് തെറ്റായ വിശ്വാസധാരയിൽ ചെന്ന് ചാടിയിട്ട് ഒരു ദിവസം 2ാമത്തെ നിലയിലേക്ക് പെങ്ങളെ വിളിച്ചു. രഹസ്യമായിട്ട് ഒച്ച കപ്പിക്ക് അവളെ കൊന്നു. പിന്നീട് അമ്മയെ വിളിച്ചു, അമ്മയും കൊന്നു. അപ്പനെ വിളിച്ചു, അപ്പനെയും കൊന്നു. പിന്നെ വല്യമ്മയുണ്ട്, അതിനെയും കൊന്നു. എന്നാ മറുപടി പറഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷനാണെന്നാണ് പറയും. പൈശാചിക ശക്തിയിലെ ആരാധിക്കുന്ന ആളുകൾ താണ്ട് ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഒന്ന് ആലോചിക്കുക, മനുഷ്യ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ എന്ത് ഭയങ്കരമാണ്. അതായത് അർത്ഥമില്ലാത്ത വിശ്വാസങ്ങൾ ചെന്ന് പെറ്റിട്ട്, ഇത് നിസാരകാലിയൊന്നുമല്ലോ. ഇത് ഇന്നലെ ഉണ്ടായിരുന്നല്ല. ഈ കറുത്ത കുർബാനയുടെ ആരാധനയൊക്കെ ഉണ്ട് 1966-ലാണ് അമേരിക്കയിലാണ് ഇതൊക്കെ ഉണ്ടായത്. മെറ്റീരിയലിസത്തിൻ്റെ മൂർധന്യത്തിലാണല്ലോ ഇതൊക്കെ ഇങ്ങനെയുള്ള വഴിതെറ്റുകൾ ഉണ്ടാകുക സാധ്യത. കൂടത്തായി കൊലപാതകം, ഇതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് മാറാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ പിൻപിലെ രഹസ്യങ്ങൾ. അപ്പോൾ അരുണാചലിലെ സംഭവത്തെക്കുറിച്ച് പറയുന്നത് അവർ ആൻറ്റി ജീസസ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ആൻറ്റി ജീസസ് ഗ്രൂപ്പ്, എന്തൊരു കഷ്ടമാണ് നോക്കണേ.
മറ്റു മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ ദൈവിക മൂർത്തികൾ, അവിടെയൊന്നും ആൻറ്റി ആയിട്ട് ആരും ഒന്നും പറയുന്നത്. പക്ഷേ ഈ കർത്താവ് മാത്രമേ ആൻറ്റി ഗ്രൂപ്പ്. കാരണം പിശാചിനെ തിരിച്ചറിയുന്ന ആൾ ഈശോയാണ്. കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്നവൻ ആരെ ആദ്യം തിരിച്ചറിഞ്ഞ്? കർത്താവ് ചെന്നപ്പോഴേ ഗലീല കടൽ തീരത്തുനിന്ന് അവിടെ നിന്ന് ഇവനെ നാട്ടിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞേ? ശിഷ്യന്മാർ കൃത്യമായി സായം സന്ധ്യയിലാണ് പറഞ്ഞേ. സായം സന്ധ്യയുടെ പ്രത്യേകത എന്താ? സായം സന്ധ്യ ഇരുട്ടായിട്ടില്ല, പകൽ തീരാറുമായി, അതിനിടയിലുള്ള ചെറിയ സമയമാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലേക്ക് ഇരുട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നിൻ്റെ വെളിച്ചം തീർന്നിരിക്കുന്നു. അപ്പോഴാണ് കർത്താവ് നമുക്ക് പോകാം അക്കരയ്ക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഇവരെ പോയി. കല്ലറയുടെ അടുത്ത് അവിടെ എങ്ങാണ്ട് ചെന്നപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് അവിടുന്ന് ഗദറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരുവൻ കല്ലറയിൽ നിന്ന് എടുത്ത് ചാടി വന്ന് പിശാച് ബാധിനാണ്. ചങ്ങലകളാ ബന്ധിക്കപ്പെട്ടിരുന്നു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവസാന യേശുവേ, നീ സമയത്ത് മുമ്പ് എന്നെ പീഡിപ്പിക്കാൻ വന്നു എന്നത്. കർത്താവിനെ തിരിച്ചറിഞ്ഞവൻ ദൈവപുത്രനാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പം ഈ തിരിച്ചറിവ് കൃത്യമുണ്ട്. ഈശോയെ തിരിച്ചറിയാൻ സാധിക്കും പിശാചുക്കൾക്ക്. കാരണം ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ ആൻറ്റി ജീസസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈശോയെ തന്നെ വെളിപ്പെടുത്തുന്ന സംഗതികൾ തന്നെയാണ് ആൻറ്റി ജീസസ് ഗ്രൂപ്പ്. ഇപ്പം ആൻറ്റി ജീസസ് ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു ഇവരെന്നൊക്കെ പറയുന്ന പ്രത്യേക അറിയിപ്പുകൾ, ചിന്തകളൊക്കെ പത്രത്തിലൊക്കെ വായിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെ ജീവിതം പരിഹരിക്കപ്പെട്ടിട്ട് ഇവിടെ നിയമ സംവിധാനമൊന്നും ഇല്ലയെന്ന് ചിലപ്പോൾ ചോദിക്കുന്ന ഒരർത്ഥവുമില്ല. കാരണം നിയമ സംവിധാനത്തിൻ്റെ ഉള്ള ആൾക്കാരും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ എങ്ങനെ ശരിയാകുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഭരണമില്ല എന്ന് ചോദിക്കാം. പക്ഷേ ഭരണബന്ധത്തിൽപ്പെട്ട ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ഇതൊക്കെ ഇൻ്റർനാഷണൽ മാഫിയയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതെന്നറിയാവും. അവർ ചെയ്യുന്നത് ഒരാളിനെ വഴിക്ക് കൊണ്ടുപോയി കൈ കിട്ടിയ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത് ലോകസുഖങ്ങളാണ്. മാത്രമല്ല പണവും പദവിയും. അപ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ഉപരിപഠനം ഇങ്ങനെ കൊടുത്താൽ ഈ പിള്ളേരെയൊക്കെ വശത്താക്കുന്നു. അവിടെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീ മേസൺസ് എന്ന് പറയുന്നത്, ഇല്ലൂമിനേറ്റീവ് ഫ്രീ മേസൺ എന്ന് പറയുന്ന വിഭാഗം, അവർ സെക്സ് വൈദ്യമാണ്. ഒരിക്കലും ഒരു നഗരത്തിലുള്ള വികാരിയായിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാക്കും. വളരെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിരുന്ന പെൺകുട്ടി, അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ വന്ന് അപ്പൻ താമസിപ്പിക്കുക വാടകയ്ക്ക്. അവളെ കൃത്യമായിട്ട് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന് വരികയും ഇങ്ങനെയൊരു ഗ്രൂപ്പിൻ്റെ രഹസ്യ സംഘത്തിന് സമീപമൊക്കെ ഇവർക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏജൻസിയുണ്ട് ആളെ പിടിച്ചുകൊണ്ട് പോകാൻ. ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെ കൊള്ളാമല്ലോ എന്ന് കണ്ടിട്ട് ഒരു ഏജൻസി ഒരു ലേഡി വന്ന് പറഞ്ഞു, മോളെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പോകാം. ഒരു പ്രാർത്ഥന നടന്ന കാര്യമാണ്, ഞാൻ ഡീൽ ചെയ്ത കാര്യമാണ്. പ്രാർത്ഥന കഴിഞ്ഞ് വയ്യോ എനിക്ക് നാളെ പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ പരീക്ഷയുണ്ട്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അതേ പരീക്ഷയ്ക്ക് 100% മാർക്ക് മേടിച്ച് ജയിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. അപ്പം പെണ്ണിന് അട്രാക്ഷൻ, അത് കൊള്ളാമല്ലോ, അതങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കൊള്ളാമല്ലോ. കാരണം പരീക്ഷ വരുമ്പോൾ പിള്ളേർക്കൊക്കെ പരവേശമുണ്ടല്ലോ. അത് പെട്ടെന്ന് അവൾ വശപ്പെട്ട് അതിനകത്ത് ചെന്നു. നാളെ ഇരുളടഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഗുഹ പോലെയുള്ള മുറിയുടെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തപ്പോൾ തന്നെ അല്പം തല മന്ദീഭവിച്ചു. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പല പ്രത്യേകത ആട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുക ആൾക്കാർ. അതിൻ്റെ കൂടെ വന്നപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് പേടിച്ച് കാറാനായിട്ട് അലറാൻ തുടങ്ങിയപ്പോൾ സ്വരം വരുന്നില്ല. അവൾ പിടിച്ച് അകത്ത് കയറ്റുകയും പടിപടിയായിട്ട് വരത്ത് ചെന്നപ്പോഴാണ് ഈ പറയുന്ന പ്രത്യേക നഗ്ന പൂജ നടക്കുന്നത്. ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന സംഗതി നഗ്ന പൂജയാണ്. ഒരു വലിയ മേശപ്പുറത്ത് കിടത്തിയിരിക്കുന്ന ഒരു യുവതിയുടെ ഏറ്റവും ഗുഹ്യഭാഗത്ത് രഹസ്യഭാഗത്ത് വിശുദ്ധ കുർബാന കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അതിന് ചുറ്റും വന്ന് നടന്ന് നിന്നുകൊണ്ട് ചീത്ത വാക്കുകൾ പറഞ്ഞ് ഡെസക്രേഷൻ നടത്തുക. അതാണ് ആരാധന. അതായത് നാം എന്താണ് ദൈവം എന്ന് വിചാരിക്കുന്നു അത് അവർക്ക് ഏറ്റവും എതിർക്കപ്പെടുന്ന വസ്തുവാണ്, അവർ നികൃഷ്ടമാണ്. നാം എന്താ നന്മയെന്ന് വിചാരിക്കുന്നു അവരെ സംബന്ധിച്ച് അതാണ് തിന്മ. അപ്പം അതുകൊണ്ട് നമ്മളെവിടെ ധാർമ്മികരെന്ന് വിചാരിക്കുന്നു അത് അവരെ സംബന്ധിച്ച് അധാർമികരെ. അത് നമ്മൾ ധാർമ്മികമെന്ന് വിചാരിക്കുന്ന നേരെ എതിരായിട്ട് ഇങ്ങനെ സംഭവം കണ്ടതോടെ പെണ്ണ് ബോധം കിട്ടും നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചത്തുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് എന്തോ പിന്നെ അതിൻ്റെ രഹസ്യമായിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് അതിൻ്റെ വീട്ടിൻ്റെ പടിക്കെ കൊണ്ട് ഇട്ടേച്ച് സ്ഥലം വിട്ടു. കൊച്ചിനരങ്ങുകയും മൂളുകയും ചെയ്തപ്പോഴാണ് ഇതെന്തോ അപ്പനത് കണ്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പിന്നെ മുഖത്ത് വെള്ളമെല്ലാം തളിച്ചു അതിനെ നേരെയാക്കിയിട്ട് അതെന്താ സംഭവിച്ചത് അതിന് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ കൊച്ചിനെ രാവിലെ ഒരു 10 മണിയായപ്പോൾ അപ്പന് വികാരിയായിരുന്നു എൻ്റെ അടുത്ത് കൊണ്ടുവരാനിട. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഡീൽ ചെയ്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. മണിക്കൂറിലെടുത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് സംഭവിച്ചതാണെന്ന് മനസ്സിലായി. നോക്കുക എത്ര ഭയങ്കരമായ കൂടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം ഇടപെട്ടതുകൊണ്ട് ആ കൊച്ചു നേരെയായി.
1, 2, 3, 4 സിറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലാക്കി വിടാൻ സാധിച്ച ദൈവകൃപയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യമെങ്കിലും ഈ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കാം, മാതാപിതാക്കൾ അതുപോലെ ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സൂയിസൈഡാണ് സംഭവിക്കുന്നത് എന്നാൽ, അതായത് അന്യഗ്രഹത്തിലേക്ക് പുതിയ ജീവിതം, അതോ പുതിയ ഒരു ഇതൊക്കെയാണ് വാഗ്ദാനം. അത് വേണ്ടി പെട്ടെന്ന് ഇവിടുന്ന് കടന്നു പോയേക്കാം. അതിന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരും കൂടെ കൂടിയിട്ട് കയ്യിൽ നിന്ന് ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് ഒഴുകിയിട്ട് പിന്നെ നേരെ ഇങ്ങനെ 3 പേരും മരിച്ചു കിടക്കുന്നത്. അവസ്ഥ ഇന്ന് മൃതസംസ്കാരം നടക്കുകയാണ് പലയിടത്തും. ഒരാൾ മീനിടംകാരനാണ്, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വ്യക്തി മീനിടംകാരനാണ്, അവിടെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം എന്തുകൊണ്ടാണ് സംഗതി ഇത് ഇങ്ങനെ ഈ ചുറ്റുപാട് ഉണ്ടെന്നെങ്കിലും ആൾ അറിഞ്ഞിരിക്കേണ്ടേ. ഈ സാത്താൻ സഭ എന്ന് പറയുന്ന സംഗതി കുർബാന കൈകളിൽ കൊടുക്കുന്ന ദേവാലയത്തിൽ പലപ്പോഴും അതിനകത്ത് അകലെ അല്ലാതെ ഈ സാത്താനാദരം ഉണ്ടാകും എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നതാണ്. കഴിയുന്നത് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഇരുന്ന നഗരത്തിൻ്റെ ദേവാലയത്തിൻ്റെ ആനവാതിൽ വന്ന ആൾ കുർബാനയ്ക്ക് നാക്ക് നീട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കൈ കൊണ്ട് നീട്ടി സ്വാഭാവികം നമ്മളങ്ങ് കൊടുത്തു പോകും. അങ്ങനെ അപ്പോഴാണ് മനസ്സിലായി. തിരിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ കുർബാന പോക്കറ്റിലിട്ടുണ്ട് നടന്നു പോകുന്നത് കണ്ട് ഞാൻ ശുശ്രൂഷയെ വിളിച്ച് പെട്ടെന്ന് അയാൾ വിളിക്കാൻ പറയും. വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചെന്നല്ല, പോക്കറ്റിൽ നിന്ന് ഞാൻ കുർബാന എടുത്ത അനുഭവം എനിക്ക് കൊണ്ട് തിരിച്ചെടുത്തു. പിന്നെ ഇന്ന് വരെ ഏത് കോവിഡ് ആണെങ്കിലും ശരി വിശുദ്ധ കുർബാന ഞാൻ കയ്യിൽ കൊടുത്തിട്ടില്ല. അത് ഏത് സാഹചര്യം ആയാലും ശരി കൊടുത്തിട്ടില്ല. കാരണം അതൊരു പ്രധാനപ്പെട്ട എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള പൈശാചിക സംഗതികൾ ചുറ്റുപാടും നടക്കുന്നുണ്ടെന്ന കാര്യം ഇത് വളരെ ഗൗരവമായ ഇൻ്റർനാഷണൽ ഇടപാടാണിത്. അല്ല ഇവിടെ പ്രൈവറ്റായിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന എല്ലാ ധാർമ്മികതയ്ക്കും വിരുദ്ധമായിട്ട് പോകുന്നതാണ് അവരുടെ പ്രാമാണിക നിലപാട്. തിരുവോസ്തിയൊക്കെ എങ്ങനെയായാലും പണം കൊടുത്ത് വാങ്ങിക്കാൻ 15,000 രൂപയ്ക്കൊക്കെ ഒരു തിരുവോസ്തി, വാഴ്ത്തപ്പെട്ട ഒരു തിരുവോസ്തി മേടിക്കാൻ അവർ തയ്യാറാകും. പക്ഷേ ഈ സാധാരണക്കാരന് തിരുവോസ്തി വാഴ്ത്തപ്പെട്ടതോ അല്ലാത്തത് മുമ്പ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് തിരിച്ചറിയാം. അത് മുമ്പേ പറഞ്ഞതുപോലെയാണ്. അതായത് പിശാചിന് തിരിച്ചറിയാൻ കർത്താവിനെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കറിയാം വാഴ്ത്തപ്പെട്ടതാണോ വാഴ്ത്തപ്പെടാത്തതാണോ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 1966 അമേരിക്കയിൽ ആരംഭിച്ച ഇടപാടാണിത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സിനിമകൾ, ഒക്കൾട്ട് സിനിമകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമകളിലൂടെയൊക്കെ അവർക്ക് പണം കോരാനെടുക്കും. മനുഷ്യൻ ഇങ്ങനെ ആങ്സൈറ്റിയുടെ ആവേശപൂർവ്വം കണ്ടുകൊണ്ടിരിക്കും. ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരും. പക്ഷേ അത് മനസ്സിനെ സ്വാധീനിക്കും നെഗറ്റീവായിട്ടാണ്. നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. അത് സിനിമാ സംവിധാനം പണം ഉണ്ടാക്കും, പക്ഷേ തലമുറകൾ നശിച്ചു പോകാനായിട്ടിടയില്ല. ഇതൊക്കെ ഒരു വേണ്ട വിധത്തിലൊക്കെ അതൊന്നും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ഉള്ള നമ്മുടെ ആളുകൾക്ക് ഒന്നും തയ്യാറല്ല. അവർക്ക് സമ്മതിക്കുകയില്ല ആൾക്കാർ. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചുറ്റുപാടുകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. ആർക്കും വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ സങ്കേതത്തെ ഒന്ന് അവിടെ നിന്നൊന്ന് ഇറക്കി വിടാൻ ഓടിക്കാൻ വേണ്ടി അന്നത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അടുത്ത് വരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും അത് വിജയിച്ചു. അവിടെ നിന്ന് ഓടിച്ചു. പക്ഷേ അവരൊന്ന് ഓടിച്ചെങ്കിൽ വേറൊരിടത്ത് ഒരു കേന്ദ്രീകരിച്ചു. ഒരു വനസമാനമായ സ്ഥലത്ത് പോയി വലിയ ഓട്ട കെട്ടിയിട്ട് അതിനകത്ത് പരിപാടി തുടർന്നും ആ പ്രദേശത്ത് ഞാൻ ചെല്ലുമ്പോൾ ആളുകളോട് ചോദിക്കും ഇതന്നെ അതിനകത്ത് നടക്കുന്നത്. അതറിയാൻ പാടില്ല. പാതിരായ്ക്ക് ഇങ്ങനെ വണ്ടികൾ വരുന്നതാണ്. അത് വലിയ വിലപ്പിടിപ്പുള്ള വലിയ വണ്ടികൾ കാണാം. 4 മണിക്ക് മുമ്പ് തിരിച്ചും പോകുന്നത് കാണാം. ഇതൊക്കെ നടക്കുന്നു എന്ന കാര്യം എങ്കിലും അപ്പം അതിനെ എങ്ങനെയുള്ള സംഗതി സമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഒരുപാട് ഇവർ വലിയ വമ്പൻ പണക്കാരാണ്. വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. വലിയ വ്യവസായികളാണ്. അതിനൊക്കെ ഒരു അടയാളം ഉപയോഗിക്കാം. ചില പ്രത്യേകമായ സംഗതികളെ തല കീഴായ കുരിശ്, ഇതൊരു അടയാളമാണ്. അതുപോലെ വേറെ ഒത്തിരി അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഓജോ ബോർഡും ബ്ലൂ വെയിലൊക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോധന നമുക്ക് ആളുകൾക്ക് ഉണ്ടാവാൻ കുറേയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇന്ന് ആവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ വിട എന്ന് പറയാൻ. അപ്പോൾ ഇന്ന് തിരിഞ്ഞ് ശരിയായ വിശ്വാസത്തിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കണ്ടേ?